ടിക്ടോക്ക് ആഡ് ചെയ്യുമ്പോൾ, ഇന്ത്യയിൽ നിന്ന് ചെയ്യുമ്പോൾ? ടിക്ടോക്ക് ഇന്ത്യയിൽ നിന്ന് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ചലഞ്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു വർക്ക് എടുത്ത് നമ്മളെ കൂടെ ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് കേപ്പബിലിറ്റി ഇല്ലാത്ത എന്ന് പറയുന്ന കുറേ ക്ലയൻസുകളുണ്ട്. എവിടെയും എന്ത് പറഞ്ഞാലും കോണ്ടന്റ് ഈസ് ദ കിങ്. ആ ഒരു കൺസെപ്റ്റിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് ഈ ടിക്ടോക്കിൻ്റെ അൽഗോരിതവും മെറ്റയുടെ അൽഗോരിതവും തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും മെയിനായിട്ട്? 2035 എത്തുമ്പോൾ ഹാഫ് ഓഫ് ദ ഓഡിയൻസും യൂസ് ചെയ്യാൻ പോകുന്നൊരു പ്ലാറ്റ്ഫോം ജെന്നിസെറ്റ് പ്ലസ് മില്ലേനിയൽസിൽ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു പ്ലാറ്റ്ഫോം. അത് 2 കേസസ് ഉണ്ട്. ഇപ്പോൾ GCC പോലൊരു കൺട്രി എടുക്കുമ്പോൾ അല്ലെങ്കിൽ US പോലൊരു കൺട്രി എടുക്കുമ്പോൾ അവരുടെ ഓഡിയൻസ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം അതാണ്. അപ്പോൾ മെറ്റയെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒരു ആഡ് അക്കൗണ്ടിൽ കണ്ടൊരു ഇഷ്യൂ ആണ്, അവർ ഹണിമൂൺ ഓഡിയൻസിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് ടൂർ പ്ലാനിങ്ങിൽ. നമുക്കിപ്പോൾ സ്നാപ്പിൽ ആഡ് റൺ ചെയ്യുമ്പോൾ എന്തൊക്കെയായിരിക്കും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്? അവിടെയും ഞാൻ പറയാൻ പോകുന്നതും കോണ്ടന്റിനെ പറ്റിയാണ്. ഒരു മാൽവെയർ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുവഴി അവിടുത്തെ മെറ്റേൻ്റെ ആഡ് അക്കൗണ്ട് പോവുകയും ടോപ്പ് മോസ്റ്റ് 2-3 ക്ലയൻറ്റിൻ്റെ ആഡ്സിന് ഇഷ്യൂസ് വന്നിട്ടുണ്ട്. ഭയങ്കര കളർ വൈബ് ആയിരിക്കണം, കാരണം പെട്ടെന്ന് ഹുക്ക് ഉണ്ടായിരിക്കണം, മില്ലി സെക്കൻഡിൽ ഹുക്ക് കൊടുക്കേണ്ടി വരും. പിന്നെ അവിടെ ഉള്ളവർ ഒന്നും കേട്ടിരിക്കാൻ ക്ഷമാശീലമില്ലാത്തവരാണ്, അവരും പെട്ടെന്ന് സ്വൈപ്പ് ചെയ്ത് പോകും. യൂസ് ചെയ്യാൻ ടെക്നിക്കൽ നോളജും വേണം, മാർക്കറ്റിംഗ് ഐഡിയാസ് വേണം, ഇതിനൊരു പൈപ്പ് ലൈൻ സ്ട്രക്ചർ ആക്കാൻ പറ്റണം. ഈ യൂസർ ബിഹേവിയർ പാറ്റേൺസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ പറയാം. പനമ്പള്ളി നഗർ പോലത്തെ ഒരു ലൊക്കേഷനിൽ, കാരണം പല ബിസിനസ് ഓണേഴ്സിനോടും പറയുമ്പോൾ അതിന് ആരാ യൂസ് ചെയ്യണേ, കേരളത്തിൽ യൂസേഴ്സ് ഉണ്ടോ? പക്ഷേ ഇൻ ദ ഏജ് ഗ്രൂപ്പ് ബിറ്റ്വീൻ 13 to അല്ലെങ്കിൽ 15 to 22 എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 23 എടുത്തു കഴിഞ്ഞാൽ, അവർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് കേരളത്തിലെ ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ പലരും ഓഡിയൻസിനെ അറിഞ്ഞിട്ടല്ല ഇപ്പോഴും ക്യാമ്പയിൻസ് ചെയ്യുന്നത്. as well as മെറ്റ കോപ്പിയിലാണ് അപ്പുറത്ത്. സെയിം സെയിം തന്നെയാണ് ടാർഗറ്റിംഗ് എല്ലാം ടാർഗറ്റ്. പിന്നെ അതിനകത്ത് AR ലെൻസസ് യൂസ് ചെയ്യാൻ പറ്റും, AR VR. അതാണ് ഏറ്റവും വലിയൊരു ഡിഫറൻസ് ആയിട്ടുള്ളത്. ഇവർ ബ്രാൻഡിൽ കുറെ ട്രസ്റ്റ് വേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ നമുക്ക് ബംഗ്ലാദേശികളും പാകിസ്ഥാനികളൊക്കെ പെട്ടെന്ന് കയറി ഇതിന് അപ്ലൈ ചെയ്യും, പക്ഷെ അവർക്ക് ഒരിക്കലും അഫോർഡബിൾ അല്ല.